നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്ത്യക്കാർക്ക് വലിയ അവസരങ്ങളുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത്. ജപ്പാൻ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. എന്ന് മാത്രവുമല്ല, അവിടെ കൂടുതലും ഒരു ഏജിങ് പോപ്പുലേഷനാണ് ഉള്ളത്. അതായത് പ്രായമാകുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. ജനസംഖ്യ കുറയുകയുമാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുവാൻ കഴിയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ വലിയ ആവശ്യം ഈ ജപ്പാനിൽ ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റും ജപ്പാൻ ഗവൺമെൻറ്റും കൂടി സംയുക്തമായിട്ട് ലഭ്യമാക്കിയിരിക്കുന്ന ഒരവസരം, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പ്രതിമാസം ഒരു 1.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ശമ്പളം ലഭ്യമാകുന്ന ചില അവസരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം TITP എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കണ്ടെത്തിയത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്കില്ലിംഗ് കമ്പനിയായിട്ടുള്ള NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഓർക്കുക, ഈ NSDC ആണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സെൻഡിങ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ TITP പ്രോഗ്രാം എന്താണ്, ആർക്കായിരിക്കും ഇത് ഉപകാരപ്പെടുക, എങ്ങനെ ജപ്പാനിലേക്ക് പറക്കാം, എന്തൊക്കെയാണ് അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രാലയമായ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് MSDയും അതേപോലെ തന്നെ ജപ്പാൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ലേബർ ആൻഡ് വെൽഫെയർ ഇവയൊക്കെ കൂടി സംയുക്തമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള ഒരു MOC മെമ്മോറാണ്ടം ഓഫ് കോപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജപ്പാനിലേക്ക് പോകുന്നതിനും 3 മുതൽ 5 വർഷം അവിടെ തുടരുന്നതിനും അവസരമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. കാലാവധിക്ക് ശേഷം തിരികെ നാട്ടിലേക്ക് വന്ന് നിങ്ങൾ ആർജിച്ചിട്ടുള്ള കഴിവുകൾ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് സങ്കല്പമെങ്കിലും ജപ്പാനിൽ തന്നെ ഒരുപക്ഷെ അവസരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. സ്പെഷ്യലൈസ്ഡ് സ്കിൽ വർക്കേഴ്സ് SSW പോലെയുള്ള അവസരങ്ങൾ ജപ്പാനിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇതൊരു ടെക്നിക്കൽ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ആണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം പ്രതിമാസം 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. ഒട്ടനവധി മേഖലകളിൽ ഈ ഒരു അവസരമുണ്ടെങ്കിലും ഞാൻ ഇനി പ്രതിപാദിക്കുന്ന കമ്പനി അവർ 2 മേഖലകളിലാണ് അവസരങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് കെയർ ഗിവർ അല്ലെങ്കിൽ സീനിയർ കെയർ പോലെയുള്ള അവസരങ്ങൾ. ആ മേഖലകളിൽ നാം അറിയുന്നത് പോലെ വൃദ്ധരെ സഹായിക്കുന്ന ജോലികൾ, ഇതിൽ പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ അവസരം അഗ്രികൾച്ചർ ജോലികളാണ്, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സ്, ആൺകുട്ടികളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഇനി എലിജിബിലിറ്റി പറഞ്ഞാൽ +2 ആണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത്. പ്രായം 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് കെയർ ഗിവർ ജോലികൾക്ക് അപേക്ഷിക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇനി നിങ്ങൾ BSc നേഴ്സിംഗ്, GNM, ANM പോലെയൊക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, പരിഗണനയൊക്കെ ലഭിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം രജിസ്റ്റേർഡ് നേഴ്സായി വരെ ജോലി ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവർക്ക് പ്രതിമാസം 2.5 മുതൽ 3.5 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിച്ചേക്കാം. എല്ലാ ജോലികൾക്കും താമസം സൗജന്യമായി ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ജപ്പാൻ ഹെൽത്ത് കെയർ ഇൻഷുറൻസ്, അതേപോലെ വെൽഫെയർ പെൻഷൻ തുടങ്ങിയവയും ഒക്കെ ലഭ്യമാകും. ഓർക്കുക, ഈ ജപ്പാനിൽ പോകുവാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കടമ്പ അവരുടെ ലാംഗ്വേജ് ജാപ്പനീസ് അറിയുക എന്നുള്ളതാണ്. ഞാൻ തന്നെ മുൻപ് ജപ്പാനിലൊക്കെ പോയപ്പോൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററുടെ ഒക്കെ സഹായത്തോടെയായിരുന്നു പലപ്പോഴും ആളുകളുമായിട്ട് സംവദിച്ചത്. ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിലും ജപ്പാനിൽ ജോലി ചെയ്യുവാനായിട്ടൊക്കെ ജാപ്പനീസ് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ TITP പ്രോഗ്രാമിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ് ആവശ്യമായി വരും. എന്നാൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ ബേസിക് ലെവൽ അറിഞ്ഞാൽ മതിയാകും എന്നുള്ളതാണ്. അതായത് ഈ N5, N4, N3, N2, N1 ഈ ലെവലുകളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള N5 അതേപോലെ N4 ലെവല്
ജാപ്പനീസ് പ്രൊഫഷൻസി നിങ്ങൾ നേടിയാൽ മതിയാകും. അതിനായിട്ടുള്ള ഒരു പരീക്ഷയാണ് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷണൽ ടെസ്റ്റ് JLPT എന്നുള്ളത്. ഓർക്കുക, ഈ പരീക്ഷയ്ക്ക് നമ്മുടെ കേരളത്തിൽ ടെസ്റ്റ് സെൻറ്റേഴ്സ് ഇല്ല. അടുത്തായിട്ട് ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെയാണുള്ളത്. ഭാവിയിൽ കേരളത്തിലും ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ തുടങ്ങും എന്ന് കേൾക്കുന്നുണ്ട്. ഒരു 2 മാസത്തെയൊക്കെ പരിശീലനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ ഈ N5 N4 ലെവലിൽ പ്രൊഫഷൻസി നേടുവാനായിട്ട് കഴിയും. ഇനി ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ ട്രെയിനിങ് ഒക്കെ നൽകി നിങ്ങളെ ജപ്പാനിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ പോകുവാൻ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസിയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാന്റാ മെരിയ എന്നുള്ളതാണ് ആ ഒരു കൺസൾട്ടൻസി. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കൂടി നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയിക്കാം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഈ ജാപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസത്തെയൊക്കെ പ്രോസസ്സിംഗ് ടൈമിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ജപ്പാനിലേക്ക് പറക്കുവാനായിട്ട് കഴിയും. ലാംഗ്വേജ് ട്രെയിനിങ് മാത്രമല്ല, ജാപ്പനീസ് കൾച്ചർ, അതേപോലെ ലൈഫ് സ്റ്റൈല്, അതേപോലെ അവരുടെ ബിസിനസ് എഡ്യൂക്കേറ്റ് തുടങ്ങി റെലവൻ്റ് ആയിട്ടുള്ള ഡൊമൈനിലെ സ്കില്ലിൻ്റെ വരെ ട്രെയിനിങ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ നിങ്ങൾക്ക് നൽകും. അപ്പോൾ ജപ്പാനിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഈ സാന്റാ മെരിയ പോലെയുള്ള ഏജൻസികളുമായി കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. വാട്സാപ്പ് ചാനലിൽ കൂടിയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.